ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം വേൾഡ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുള്ള പുതിയ അതിഥി വന്നിട്ടിപ്പോൾ ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇവൾക്ക് സ്വന്തമായിട്ടൊരു കൂടായിട്ടില്ല കേട്ടോ. ഞങ്ങൾ കൊണ്ടുവന്ന ഇവിടെ വീടിൻ്റെ പിറകിലാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടിനൊക്കെ സ്ഥാനം നോക്കിയിട്ട് വേണം, നമ്മളൊരു തൊഴുത്താകുമ്പോൾ ഒരു സ്ഥാനം നോക്കിയിട്ട് വേണമല്ലോ അത് ചെയ്യാൻ. അപ്പോൾ തൽക്കാലം അവിടെ കെട്ടിയതാണ്. അപ്പോൾ വന്ന പാടെ തന്നെ ഇവൾക്ക് രാവിലെ ഈ പച്ചവെള്ളത്തിൽ ചോളത്ത് അവിടെയും കൂടെ കലർത്തിയിട്ട് കുറച്ച് വെള്ളം കൊടുക്കുകയാണ് പതിവ്. രാവിലെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുല്ല് തീറ്റിക്കാനൊക്കെ കെട്ടാറ്. അപ്പോൾ ആദ്യം ഇത് കലക്കിയിട്ട് കുറച്ച് കട്ടിയിലൊക്കെ ആക്കിയിട്ട് വെച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇവള് ഫാമിൽ വളർന്നൊരു പശുക്കുട്ടിയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ഒരു പശുക്കുട്ടിനെ കണ്ടുകിട്ടുന്നത്. കണ്ടപാടെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് ഞാൻ അതിനെയും കൂടെ കൂട്ടി. നല്ല ഇണക്കമുള്ളൊരു പശുക്കുട്ടിയാണ്. വീട്ടിലെ കുട്ടികളുമായിട്ട് ഇപ്പോഴേ നല്ല ഇണക്കാണ്. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഒരു 8:30-9 മണിയാകുമ്പോൾ ഈ വെള്ളം ആദ്യം കൊടുത്തതിന് ശേഷമാണ് നമ്മളതിനെ എന്ന് രാവിലെ കുളിപ്പിക്കാറ്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ആളുടെ മേലൊട്ടാകെ ചാണകമായിട്ടുണ്ടാവും, ഈച്ചകളും പെരുത്തിട്ടുണ്ടാവും. അത് കാരണം എന്നും രാവിലെ കുളിപ്പിച്ചിട്ടാണ് അതിനെ തീറ്റിക്കാനൊക്കെ കൊണ്ടുപോകാറ്. അപ്പോൾ ഇയാളെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇവിടെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പശുക്കുട്ടി ഒന്നും ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഈ ഒരു പശുക്കുട്ടിയുടെ ചുറ്റിനാണ് ഇവർ രണ്ടുപേരും. പശുക്കുട്ടിനെ കൊണ്ടുവന്ന പാടന്നെ മോളതിനൊരു മണിക്കുട്ടിന്ന് പേരിട്ടു. ഇപ്പോൾ മണിക്കുട്ടിക്ക് പിറകിലാണ് എല്ലാവരെയും കളി. അവളാണെങ്കിൽ ഒന്നും ചെയ്യില്ല, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നെടുക്കുകയാണ് പതിവ്. അപ്പോൾ വെള്ളം കൊടുത്തതിന് ശേഷം അതിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പശുവിനെ അഴിച്ചപ്പോൾ തന്നെ കുട്ടികൾ രണ്ടുപേരും ഞങ്ങൾ കുളിപ്പിച്ചോളാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലുള്ള തെങ്ങിലാണ് ആളെ കെട്ടിയിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൈപ്പും വെള്ളമൊക്കെ ഉള്ളത് കാരണം ആ തെങ്ങിൽ തന്നെ പിടിച്ച് കെട്ടിയതാണ്. അപ്പോഴേക്കും രണ്ടുപേരും ചകിരിയും സോപ്പൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്, ഞങ്ങൾ കുളിപ്പിച്ചോളാം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവളൊന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വിട്ടു നിന്നാണ്. അവർ രണ്ടുപേരും കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ചകിരിയൊക്കെ എടുത്ത് പശുക്കുട്ടിനെ തേച്ച് കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പശുക്കുട്ടിയാണെങ്കിൽ അനങ്ങാതെ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാനിങ്ങോട്ട് മാറി നിന്നു. അപ്പോൾ അവർ തേച്ച് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെന്നെ സ്വയം കുളിക്കാനും തുടങ്ങി. അപ്പോൾ ഇതാണ് പശുക്കുട്ടിനെ കുളിപ്പിക്കാൻ ഏൽപ്പിച്ചാലുള്ള അവസ്ഥ. ലാസ്റ്റ് അവരും അവിടെ നിന്ന് തന്നെ കുളി തുടങ്ങി. മണിക്കുട്ടിയുടെ കുളിയും കുട്ടികളുടെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴേക്ക് നമ്മുടെ മയിൽ മാധവന് എത്തിയിട്ടുണ്ട്. മയിൽ വന്നിട്ടുള്ളത് അവിടെ തൊട്ടടുത്തൊരു പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വരവാവും. ഒന്ന് ചെകഞ്ഞ് നോക്കാനോ എന്തിനാണെന്ന് അറിയില്ല, ആൾ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവ എന്ത് ചെയ്യണമെന്ന് നോക്കി നിൽക്കാൻ ഇപ്പോൾ ടൈമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.